നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദാമോദരേട്ടനെ അമ്പലത്തിലെ ചില ഏർപ്പാടുകളെല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ അടുക്കള കയറി. അങ്ങനെ സിമ്പിൾ ആയിട്ടാണെങ്കിലും കല്യാണം ഭംഗിയായിട്ട് നടന്നല്ലേ? സത്യം. അല്ല സുമി, അമ്മയ്ക്ക് കാപ്പി എടുത്തോ? ഇല്ല, വേണ്ടാന്ന് പറഞ്ഞു. ആളാകെ വലിയ സങ്കടത്തിലകിരി. ഒരു നിമിഷം പോലും പ്രതീക്ഷയെ പിരിഞ്ഞിരിക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റില്ല. അത് പിന്നെ ഉണ്ടാവാതിരിക്കുവോ? എത്രയോ കാലമായിട്ട് അവളായിരുന്നില്ലേ അമ്മയ്ക്കല്ല. ഇനിയിപ്പം അമ്മയ്ക്ക് നമ്മളൊക്കെ ഉണ്ടല്ലോ. അമ്മയോടെ കല്യാണം കഴിഞ്ഞ അമ്പലത്തിൽ നിന്ന് വന്ന ശേഷം മുറിയിൽ കയറി ഒറ്റ ഇരിപ്പ. വാ, നീ എണീക്ക്. അമ്മേ, എന്തൊരിപ്പായത്? പ്രതീക്ഷ പോയതിന്റെ സങ്കടത്തിലെ അമ്മയെന്ന് ഞങ്ങൾക്കറിയാം. സത്യത്തില് അമ്മ സന്തോഷിക്കല്ലേ വേണ്ടത്? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വിവാഹം എന്ന് പറയുന്നത് നാട്ടുനടപ്പനുസരിച്ചാണെങ്കിലും ഒരു വലിയ കാര്യല്ലേ? അങ്ങനെ ഒരു വലിയ സൗഭാഗ്യല്ലേ അമ്മ അവക്ക് നൽകിയത്? ഒക്കെ ശരിയാ. പ്രതീക്ഷയെ ശരിയായ കൈകളിൽ ഏൽപ്പിച്ചു എന്നൊരു സമാധാനമുണ്ട്. എന്നാലും ഇത്രയും നാളായിട്ട് അവൾ എന്റെ കൂടെ. അനുരാധ കാരണം ഇവനെ ഉപേക്ഷിച്ചിറങ്ങേണ്ടി വന്ന ഞാൻ ഒരുപാട് നാൾ ഒറ്റപ്പെട്ട് ജീവിച്ചു. അപ്പോഴാ പ്രതീക്ഷ എന്റെ അരികിലെത്തുന്നത്. ആരോരും ഇല്ലാത്തൊരു പാവം. ആരുമില്ലാത്ത ഞങ്ങൾ ഇരുവരും പരസ്പരം ഒരു താങ്ങായി. എനിക്ക് അവളൊരു മകളായി. ആ മകളോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമല്ലേ അമ്മ ഇന്നല്ല ഭംഗിയായിട്ട് നടത്തിയത്? പിന്നെ എന്തിനാ ഈ സങ്കടം? ഇന്നത്തെ ദിവസം അമ്മ അഭിമാനിക്കുകയാണ് വേണ്ടത്. ആ, അതൊക്കെയുണ്ട്. എന്നാലും ഈ വീട്ടിൽ ഇനി ഞാൻ മാത്രമാവില്ലോ എന്ന് ഓർക്കുമ്പോ നെഞ്ചിനകത്ത് എന്തോ ഒരു ഭാരം പോലെ. ഇനിയിപ്പോ നിങ്ങളും കൂടി പോയി കഴിഞ്ഞാ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോയി എന്നൊരു തോന്നൽ. അമ്മേ, ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം അമ്മ വരാൻ തയ്യാറാണെങ്കിൽ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അതെ, ഗിരി പറഞ്ഞതാണ് ഏറ്റവും നല്ല തീരുമാനം. അവിടെ എന്തിനും ഏതിനും അമ്മയ്ക്ക് ഞങ്ങളുണ്ട്. വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോനെ. അനുരാധയോടൊപ്പം ആ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്റെ വീടാണത്, എന്റെ കുടുംബം. അവിടുന്ന് ഒരിക്കൽ എന്നെ പറിച്ചെറിഞ്ഞതാണ് അവൾ. അവിടേക്കിനി ഞാൻ കാലെടുത്ത് വെക്കണമെങ്കിൽ അവിടുന്ന് അനുരാധ പടിയിറങ്ങിയതിനു ശേഷമായിരിക്കും. അതിനു മുൻപ് ജന്മം പൊലിഞ്ഞാലും ഞാനിതങ്ങ് വേണ്ടെന്ന് വെക്കും. അമ്മയുടെ ആഗ്രഹം ഒട്ടും വൈകാതെ തന്നെ നടക്കും. ഇതെന്റെ വാക്കാണ്. അതെ, ഇന്ന് ഏതായാലും നമുക്ക് വീട്ടിൽ പോകണ്ട. ഇവിടെ അമ്മയോടൊപ്പം കൂടിയാലോ? അമ്മയ്ക്ക് അത്രയും സന്തോഷം മക്കളെ. ഇതങ്ങോട്ട് ചോദിച്ചാലോ എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചതാ. പിന്നെ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായെങ്കിലും എന്ന് വിചാരിച്ചാ ഞാൻ. എന്ത് ബുദ്ധിമുട്ടമ്മേ? രാത്രി അത്താഴത്തിന് ഒരു ഗ്ലാസ് അരി കൂടുതലുണ്ടാവും, അത്രയല്ലേ വേണ്ടൂ? നന്നായി. എന്തായാലും അമ്മയുടെ മുഖത്തെ സങ്കടമൊന്നും മാറിയല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.